ഭാനുമ്മ ഞങ്ങളുടെ അമ്മ. ഞങ്ങളിലൊരാളെ തൊട്ടാ അത് ചോദിക്കാനുള്ള അധികാരം ഭാനുമ്മയ്ക്കുണ്ട്. നീ ചീരുവിനെ തല്ലിയ കൈകൊണ്ട് ഭാനുമ്മയെന്നല്ല ഒരു പെണ്ണിനെ തൊടില്ല. തൊട്ടല കൈ വെട്ടുന്നതേ ഒരു പെണ്ണ് തന്നെ ആയിരിക്കും. ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും വന്നൊന്നുമല്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള വിഷയം നിങ്ങളെല്ലാവരും കൂടി വേറെന്തോ ഉദ്ദേശം വെച്ച് കൊളാക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ നീ ഇന്ദ്രനുമായിട്ട് പിരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ ചീരുവിൻ്റെ കാര്യത്തിന് നിങ്ങളുടെ അച്ഛൻ ഇന്ദ്രനെ സത്യനെ എൻ്റെ വീട്ടിലേക്ക് അയക്കില്ലല്ലോ. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടക്കട്ടെ അനുമവേ. പ്രശ്നം നല്ല രീതിയിൽ പറഞ്ഞു തീർക്കണമെന്ന് കരുതിയാ ഞാനിവിടെ വരെ വന്നത്. നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ എൻ്റെ വഴി ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി, കാണാം. ആ സോനെ, അമ്മയൊന്ന് വിളിക്കാവോ? വിനയം വന്നു എന്ന് പറഞ്ഞാൽ മതി. അമ്മ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ശരി, ആൻറ്റി വരട്ടെ. അതുവരെ ഞാനിവിടെ ഇരിക്കാം. ആ സോനെ, നീ പോയി കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? കുറച്ച് വെള്ളം എടുത്ത് കാണോ? ആ നായകന്മാർ ഇവിടെ ഉണ്ടായിരുന്നോ? എടോ, നിങ്ങൾ എന്നോട് കാണിച്ച വലിയ ചതിയായി പോയി കേട്ടോ. ഞാൻ അനുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. ഇനി ചീരു എൻ്റെ കൂടെ വരില്ല എന്നാ പറയുന്നത്. ചീരുവിനെ തിരിച്ചു വിളിക്കാൻ പോയി നിന്നെ കൈകാര്യം ചെയ്യാൻ അവിടെ ആണുങ്ങളില്ലാതെ പോയത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അവിടുത്തെ ആണുങ്ങളിപ്പം നിങ്ങൾ രണ്ടുപേരുമല്ലേ? അനുവിൻ്റെ ഇന്ദ്രനും ചീരുവിൻ്റെ സത്യനും. ഡാ, നിനക്ക് കിട്ടിയതൊന്നും പോരാടാ. വീട്ടിൽ കയറി വന്ന ആവശ്യമില്ലാത്ത വിളിച്ചു പറഞ്ഞാ നീ വന്നതുപോലെ തിരിച്ചു പോവില്ല. ഞാൻ തിരിച്ചു ചെല്ലാവുന്ന ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല ഇന്ദ്ര. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നം നിങ്ങൾ രണ്ടുപേരും കൂടി ഊതി ഉറപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കാം. നീയും നിന്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നം. ചീരു റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് ചെറിയ പ്രശ്നമായതുകൊണ്ടാണോ? എൻ്റെ സത്യ, ഭാര്യയും ഭർത്താവുമ്പോൾ വഴക്കൊക്കെ മൂത്ത് രണ്ടിലൊരാൾ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കും. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ആരും ചാടി ചാവാനൊന്നും പോകുന്നില്ല. എടാ, ആ വിഷയത്തിൽ മൂന്നാമതൊരാൾ ഇടപെടുമ്പോഴാ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത് കേട്ടോ. എടാ, നിങ്ങൾ അവളുടെ പുറകെ പോയി അവളെ പിടിച്ച് അനുപമയുടെ വീട്ടിലാക്കിയില്ലായിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വരെ പോയി നേരെ ഒരു ഓട്ടോ പിടിച്ച് അവളെന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നേനെ. അങ്ങനെയൊന്നും ഒരു പെണ്ണും തിരിച്ചു വരില്ല. ഇന്ദ്രേട്ടനും സത്യേട്ടനും കണ്ടില്ലായിരുന്നെങ്കിൽ ചീരു ഇന്നലെ ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. ആഹാ, അങ്ങനെ ആയിരുന്നെങ്കിൽ അവളുടെ ചേച്ചി അനുപമ എത്ര തവണ ആത്മഹത്യ ചെയ്തേനെ സോനെ? നിന്റെ ഈ ഏട്ടൻ അവളെ എത്ര തവണ തല്ലിയിട്ടുണ്ട്? നിന്റെ അമ്മ അനുപമയോട് ചെയ്ത ക്രൂരതകൾ വെച്ച് നോക്കുമ്പോ അവൾ എത്ര തവണ ആത്മഹത്യ ചെയ്യണം? ഈ ഇന്ദ്രനും അനുപമയും പണ്ട് വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഗർഭിണിയായ അനുപമയെ അമ്മയും ഇവനും കൂടി റോഡിലേക്ക് ഇറക്കി വിട്ട് വാതിലടച്ച കഥ നിനക്ക് ഓർമ്മയില്ലേ സോനെ? അന്ന് അനുപമയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവളുടെ അച്ഛൻ അവളെ കണ്ടെത്തി. എടാ, ആരും അത്ര ഹരിചന്ദ്രന്മാരാവാനൊന്നും നോക്കണ്ട. എടാ, നീ പുതിയ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. നിന്റെ ഭാര്യയ്ക്കും ഒരു ദിവസം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും കേട്ടാ. എന്ന് വെച്ച് നീ വീണ്ടും അവളെ തിരിച്ചു വിളിക്കൂലേ? മതിയടാ, നിർത്ത്, നീ നിർത്ത്. ചീരു നിന്റെ കൂടെ തിരിച്ചു വരുമെങ്കിൽ നീ അവളെ വിളിച്ചോണ്ട് പോ. ഞങ്ങൾക്കാർക്കും അത് അറിയേണ്ട കാര്യമൊന്നുമില്ല. ചീരുവിന് അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല ഇന്ദ്ര. ഇപ്പൊ അവളുടെ രക്ഷകർ നിങ്ങളല്ലേ. നിങ്ങളെ കഴിഞ്ഞ് ഇനി അവൾക്ക് സ്വന്തം ഭർത്താവ് പോലും ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞ് ചീരുവിനെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കണം പ്ലീസ്. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അവൾ വരൂ. നടക്കില്ല വിനയ. ഞങ്ങൾ എന്തായാലും ചീരുവിനെ അറിഞ്ഞുകൊണ്ട് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിവിടത്തില്ല. പിന്നെ എന്ത് ചെയ്യാനാണ് അതിൻ്റെ പരിപാടി? നിന്റെ ഈ രണ്ടാമത്തെ ഭാര്യയെ പറഞ്ഞു വിട്ട് മൂന്നാമത്തവളായിട്ട് ചീരുവിനെ ഇവിടത്തേക്ക് കൊണ്ടുവരും.
എത്ര കാലം കഴിഞ്ഞാലും നിനക്ക് അവളെയും അവക്ക് നിന്നെയും മറക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ വീണ്ടും ഒരു ഒത്തുചേരും. ഞാൻ ചത്തിച്ച് പോരേടാ. പന്നത്തിനും പറയാ നീ ഇവിടെ ഇറങ്ങി പോന്നോ അതോ? നീ ഒന്ന് സമാധാനപ്പെടേന്ദ്ര. നീ അങ്ങനെ കത്തി കയറല്ലേ? ആദ്യ ഭാര്യ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടും സത്യം പിടിച്ചു നിന്നതിന്റെ കഥയാണ് ഞാനിപ്പോ പറഞ്ഞത്. കേട്ടവളെ കേട്ടാ? പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അത് പറ്റില്ല ഇന്ദ്ര. എടാ, അനുപമ ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടും നീ വേറൊരു പെണ്ണിനെ നോക്കാതെ അനുവിന്റെ കൂടെ ചേരാൻ വേണ്ടി നോക്കുന്നത് എന്താ? നിനക്ക് അവളിലൊരു കുഞ്ഞുള്ളതുകൊണ്ട്. എടാ, എനിക്കും അതുകൊണ്ട് തന്നെയാ ചിരുവിനെ വിട്ട് പോകാൻ പറ്റാത്തത്. എൻ്റെ 2 മക്കളുടെ അമ്മയാ അവള്. 3ാമതൊരു ആൺകുഞ്ഞിന് അവള് ജന്മം നൽകാൻ പോവുകയും ചെയ്തു. ആ കുഞ്ഞാ എൻ്റെ ഭാഗ്യം. അവൻ ജനിക്കുന്നതോടെ വിനയൻ രക്ഷപ്പെടും. ആ ഭാഗ്യം നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തരുത് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എൻ്റെ ചീരുവിനെ നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. ഞാൻ കാല് പിടിക്കാം. സത്യ, നീ വന്നേ. സോനെ, നീ അത് പോ. നീ പോടാ. ഇവനോടൊക്കെ സംസാരിച്ചാല പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പൊക്കോളൂ. ഇപ്പൊ ഞാൻ പോയിക്കോളാം ഇന്ദ്ര കേട്ടാ. പക്ഷേ എന്റെ ചീരുവിനെ എനിക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഈ വീട്ടിലുള്ളവരാരും സമാധാനത്തോടെ ജീവിക്കില്ല. ജീവിക്കാൻ ഈ വിനയം സമ്മതിക്കില്ല കേട്ടാ. അച്ഛന്റെ മോള് വീണ്ടും തോറ്റുപോയി. അയാളൊത്തൊരു ജീവിതം എനിക്ക് വേണ്ട അച്ഛാ. മനുഷ്യനുമായിട്ട് എനിക്ക് ഒത്തുപോകാനാവില്ല. വേണ്ട മോളെ, വേണ്ട. മോൾക്ക് വേണ്ടാത്തൊരു ജീവിതം ഇനിയും തുടരണമെന്ന് അച്ഛൻ ഒരിക്കലും പറയില്ല. നിന്നെ വീണ്ടും അവന്റെ അടുത്തേക്ക് എത്തിച്ചതിൽ അച്ഛനും ചെറിയൊരു പങ്കുണ്ട് മോളെ. സ്നേഹവും നന്മയും അഭിനയിച്ച് അവൻ എല്ലാവരെയും കയ്യിലെടുത്തു. എന്നിട്ടെന്റെ മോളെയും കുഞ്ഞുങ്ങളെയും അവൻ ശിക്ഷിച്ചു.